ചാലയിലെ ഈ റോഡിൽ നിന്ന് ഒന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ മഞ്ഞ നിറങ്ങൾ കാണാം, മഞ്ഞ നിറങ്ങൾ, റോസ് നിറങ്ങൾ കാണാം. ആ കടയിലേക്ക് അവർ കയറി പൂവിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ പൂ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ എന്തൊക്കെ പച്ചക്കറികൾ വാങ്ങിക്കണമെന്ന് പ്ലാൻ ചെയ്ത് നേരെ പച്ചക്കറി കടയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മനോഹരമായ മഞ്ഞ റോസാപ്പൂ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അതിനകത്ത് തന്നെ ചെറിയ ചെറിയ നിറങ്ങൾ വേറെയുണ്ട്. ആസ്ട്രാപ്പൂ നല്ല രസമുണ്ട്, ഇങ്ങനെ അതിൻ്റെ ഇതളുകൾ കാണാൻ രസമുണ്ട്. ഇത് രണ്ടും ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേരളക്കാരല്ല, മലയാളികളല്ല, മൈസൂരിൽ നിന്ന് എത്തിയവരാണെന്ന് പറഞ്ഞു. അപ്പം ഇതുവരെ കാണണമെങ്കിൽ ദൂരെ പോകണമെന്ന് ആലോചിച്ചപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ഈ കട ഒരമ്മയുടെ കടയാണ്. എന്തായാലും ഓണം എന്ന് പറഞ്ഞ കഥകളുടെ കൂടിയാണ്. ആ കഥ കൂടി കേൾക്കാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് മനോഹരമായ പേരാണുള്ളത്, അമുദിനി അമ്മയുടെ കടയാണ്. അമ്മ ജീവിതത്തിൽ കുറേ പൂക്കൾ ഇട്ടാണല്ലോ. ഇഷ്ടപ്പെട്ട പൂവ് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂ ഇപ്പം ഇവിടെ ഇല്ല. പിച്ചി മുല്ലയൊക്കെയാണ് ഇഷ്ടം. എന്താ കൊടുക്കാത്തെ? അത് ഇനി വൈകുന്നേരം വണ്ടി വരത്തുള്ളൂ, ഉച്ചയ്ക്ക് വണ്ടി വരത്തുള്ളൂ. അപ്പം മയിൽപ്പീലിയുണ്ട്, മഞ്ഞക്കോടിയുണ്ട്. ഇത് രണ്ടും എന്താ പ്രത്യേകത? മയിൽപ്പീലി കൃഷ്ണന് ഇതിന് വേണ്ടി, പിന്നെ അത്തം ഇട്ടിട്ട് അതിലിങ്ങനെ കുത്തി വയ്ക്കും. പിന്നെ മഞ്ഞമുണ്ട് നമ്മൾ അപ്പനെ വെക്കും. ആ അപ്പനെ ഉടുക്കാനായിട്ട് ഓണത്തപ്പൻ ഉടുക്കാനായിട്ട് അത് വെക്കും. പിന്നെ മഹാബലി വരുമ്പം വെക്കും. എല്ലാ ദൈവങ്ങൾക്കും പടത്തിൽ വെക്കും. ഡിസൈൻ ഇന്ന് രാത്രി ചെക്ക് ചെയ്തിട്ട് പൂവല്ലാതെ പിന്നെ പഴവർഗ്ഗങ്ങള്, പച്ചക്കറി എല്ലാം തിരക്കാണ്. എന്തായാലും ചാലയിലെ കാര്യങ്ങൾ ഇതാണ്. കാരണം രാവിലെ ആളുകൾ ഇറങ്ങി പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നു. ഇഷ്ടപ്പെട്ട പൂക്കൾ, ചില പൂക്കളൊക്കെ ഇവിടെ വെച്ച് കണ്ടാണ് അത്തപ്പൂക്കളത്തിൻ്റെ നിറങ്ങൾ മാറ്റുന്നത്, ഡിസൈനുകൾ മാറ്റുന്നത്. എന്തായാലും ഉത്രാട പാച്ചിലാണ്. ആ പാച്ചിലിനൊടുവിൽ നമുക്കെല്ലാം അറിയാം ഈ ഓണനിലാവുണ്ട്, അതും ഇന്നാണ് വരുന്നത്. ഉത്രാട പൂനിലാവ്, ആ പാട്ടൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ആ പൂനിലാവിലേക്ക് മയങ്ങാൻ, അസ്തമിക്കാൻ തുടങ്ങുന്നൊരു പ്രഭാതമാണ്. അതിനുശേഷം പിന്നെ ആഘോഷമാണ് തിരുവോണത്തിൻ്റെ.